സറാഫ് വിഷുമേഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ കുർബാനയിൽ ആത്മീയ രാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് നിരവധി ഗാനങ്ങൾ രചിച്ച ഇടയാളച്ചൻ്റെ കലാവിശേഷങ്ങളുമായി കലാജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അച്ഛൻ്റെ വിശ്വാസം വഴി അച്ഛൻ കലയെ കൂട്ടുപിടിച്ചത് എങ്ങനെയാണ്? ഒരുപക്ഷെ സാറിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പരിപാടി നമ്മളിങ്ങനെ ചർച്ച വെക്കുമ്പോൾ എന്നോട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോയാൽ മതിയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാണ്. എനിക്കിത് ബിസിനസ്സല്ല. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ആത്മീയതയുടെ ഒരു മേഖലയിൽ ഗാനങ്ങൾ പോലും ഹൃദയത്തിലും ചുണ്ടിലും നാവിലുമൊക്കെ എത്തി നിൽക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാലത്ത് എന്നെ ഇതിനു വേണ്ടി ഒരുക്കിയത് തമ്പുരാനൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്കിത് ലഭിക്കുക എന്നൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ചില ബാഹ്യ പ്രേരണകളുണ്ട്. ദിവികാരൻ്റെ ധ്യാനങ്ങൾ ആരംഭിച്ചപ്പോൾ ഈശോയെ വിളിച്ചു വെക്കും. അന്ന് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഏതാണ്ട് 80കളിലൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ, പാട്ടുകളൊന്നുമില്ല. അങ്ങനെ ഈ ഈശോയെ എഴുന്നേറ്റ് കർത്താരെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, അതൊക്കെ പറയും. അന്നേരമാണ് ആ ഒരു സാഹചര്യത്തിൽ പാടാൻ പറ്റിയ ഡെപ്തുള്ള ഒരു പാട്ടുകൾ. അതിനാണ് ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന ഗാനം വന്നത്. അത് ലോകമെമ്പാടും പാടുന്നൊരു പാട്ടാണ്. പിന്നെ വിശുദ്ധ കുർബാന എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ പ്രേക്ഷിത മേഖല അതല്ലേ, ഇതെന്താ ഈ അൾത്താരയിൽ ഇരിക്കുന്നത്? നമ്മുടെ ദൈവമില്ല, നമ്മോട് കൂടി ഈ അൾത്താരയിൽ ഈ തിരുവോസ് നമ്മുടെ ഇടയനില്ല. ചിലരുടെ ഇടയെന്ന് പാടും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇടയിൽ, ഗാഡ് എമംഗ് അസ് ആൻഡ് ഗാഡ് വിത്ത് അസ്, അതാണ് നമ്മുടെ ഇടയിലില്ല. അപ്പോൾ ഒരു ദൈവം ഇറങ്ങി വന്നു പഴയ നിയമത്തിൽ. അതിൻ്റെ റെഫറൻസസ് ഒക്കെ എനിക്കുണ്ട്. ഞാൻ ഒരു ദൈവം വെച്ചതിനെ കുറിച്ച് ആളെ സംശയം ചോദിക്കാറുണ്ട്. 2 ദൈവമുണ്ടോ? അല്ല, ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ദൈവമായിരുന്നു. ആ ദൈവം ഇവിടെയുണ്ട്. അവൻ ജീവൻ്റെ അപ്പമായ ആ ഇവിടെയുണ്ട് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ നമ്മൾ ഓരോ തീമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് പറ്റിയ കാര്യങ്ങൾ ഒക്കെ ജീവിതത്തെക്കുറിച്ചും വരും ജീവിതത്തെക്കുറിച്ചും അങ്ങനെ കുറേ പാട്ട് കമ്മ്യൂണിസ്റ്റ് സോങ്സ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഇത് വന്നു. അതൊക്കെ ഓരോ ഇൻസ്പിറേഷൻ്റെ ബാക്കിയാണ്. അതിനകത്ത് നമ്മൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമുള്ളൂ, കവിത നല്ല കവിതയായിരുന്നു. അതിന് ഒരു രാഗവും താളവും ഉണ്ട്. ഇച്ചിരി സംഗീതമൊക്കെ പണ്ട് സെമിനാരിൽ നിന്ന് പഠിച്ചിരുന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ രാഗവും താളവും ഉണ്ട്. ഓരോ പാട്ടിൻ്റെ സ്വഭാവത്തിനും പറ്റിയ രാഗങ്ങൾ കണ്ടുപിടിക്കണം. ഉണ്ട് സാധനം അറിയാവുന്നത് അറിയത്തുള്ളൂ, അല്ല കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടും ചെയ്യുമ്പോൾ അത് ജനത്തിന് കൂടി പാടാറുള്ളത്. പക്ക ക്ലാസിക്കലിട്ട് നമ്മൾ പാടും. പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വഴങ്ങുന്ന ഗാനം പക്ക ക്ലാസിക്കലാണ്. എന്നാലും നമ്മുടെ ആവേശത്തോട് പാടും. അത് വേറൊരു കാര്യം. അന്ന് കരുതിയല്ല, ജനത്തിനോട് ബന്ധപ്പെട്ട ജനത്തിൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ വിരഹഗാനങ്ങളും പ്രണയഗാനങ്ങളും എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോ അവസരത്തിൽ ചേർന്ന ഗാനങ്ങൾ നമ്മൾ എഴുതിയുണ്ടാക്കപ്പെടാണ്. കുടുംബഗീതങ്ങൾ, അർപ്പണഗീതങ്ങൾ, അങ്ങനെയൊക്കെ. പിന്നെ കുരിശിൻ്റെ ചിന്ത, അങ്ങനെ കുറേ തീമാറ്റിക്കായിട്ട് ദുഃഖം, സങ്കടം, ഇതൊക്കെ ഇങ്ങനെയാണ് ഗാനമാക്കാൻ പറ്റുക. അപ്പോൾ അതിന് പറ്റിയ പദങ്ങളൊക്കെ നേരത്തെ ഞാൻ സഞ്ചയിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇതിന് പറ്റിയ പദങ്ങൾ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന വരികൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കും. ആ വരികൾക്കുള്ളിലെ പദങ്ങൾ ഏറ്റവും ഒഴുക്കുള്ള പദം അപേക്ഷിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ ഒഴുക്കുള്ള പദങ്ങൾ, അതിൻ്റെ അളവ്, സംഗീതമാണ് അതിനുവേണ്ടി അളവ്, ഇതൊക്കെ കണക്കാക്കി വളരെ ശാസ്ത്രീയമായിട്ട് ഒരു കാര്യം ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ ഒരു സന്ദേശമുണ്ട്. അപ്പോൾ കുടുംബഗീതങ്ങൾ വളരെ ആരും ചെയ്യാത്തൊരു വാക്കായിട്ട് എനിക്ക് കിട്ടിയത് അതെന്താണ് ഞാൻ പറയുന്നത്. അതിനകത്തൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആഴമുള്ള നിർവചനങ്ങളും ആഴമുള്ള ആശയങ്ങൾ അതിനകത്തുണ്ട്. സ്നേഹിക്കാനായി വിളിച്ചു, സ്വയം ഹോമിക്കാനായി വിളിച്ചു എന്ന് പറയുമ്പോൾ 2 വിളിയാണ്. വിവാഹം ഒരു വിളിയുടെ ജീവിതം. അങ്ങനെ ഒരു 16 വിളികളെ ചേർത്ത് വെച്ചിട്ട് അത് മതി ഒരു ക്ലാസ്സിന്. അങ്ങനെ ആശയത്തിനത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ എഴുത്തിൻ്റെ മേഖലയിൽ വരുമ്പം ഞാൻ ഒരിക്കലും അതിനോട് ഒരു പാട്ടെടുത്തിട്ടാണ് ഞാൻ എഴുതാറില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കവിതകളിൽ എങ്ങാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൊടുക്കും. ഞാനതിന് പൈസ വാങ്ങുകയോ അതിനുവേണ്ടി നിങ്ങൾ ഡിമാൻഡ് വെക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ അവരൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. അത് പിന്നെ പോട്ടെ, എല്ലായിടത്തും കളവുള്ളതാണ്. അത് ഈ മേഖലയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ വേറെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തപസ്യയാണ്. അല്ല നമ്മൾ ഒരു ദിവസം എന്നാൽ ഒരു പാട്ടം എഴുതിയേക്കാൻ വിചാരിച്ച് എഴുതാനൊന്നും കിട്ടുകയാണ്. പാട്ട് കിട്ടും, അല്ലെങ്കിൽ വല്ലവരൊക്കെ എഴുതി വെച്ച വരികൾ, വേറൊരാൾ എഴുതി വെച്ച വരികൾ ഞാൻ എൻ്റെ പാട്ടിനകത്ത് വന്നാൽ അപ്പം ഞാനത് എടുക്കണം.
കാരണം അത് ഉപയോഗിച്ച് പോയി, അത് ആരാണെടുത്തു, അത് അവിടുന്ന് ഞാനിങ്ങോട്ടെടുത്തത് മോശമാണ്. പക്ഷെ ചില പൊതുപദങ്ങളുണ്ട്. ഇപ്പം മാതാവിനെ കുറിച്ച് പാടുന്ന പൊതു കാര്യങ്ങളുണ്ട്. ആ പൊതുപദങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുക. എന്നാൽ എന്തെങ്കിലും നമ്മുടേതായ ഒരു അനുഭവം അതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ വരുമ്പോഴും ആ പാട്ടിനൊരു തനിമയുണ്ടാകും. ഇതെല്ലാം പറയും എന്നെ കൊണ്ട് വരും, അല്ലെങ്കിൽ എത്രയോ പേരെൻ്റെ പാട്ടുകളൊക്കെ കൊണ്ടുപോയിട്ട് അവരുടേതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. പാടുന്നവരുമുണ്ട്, ഓ കൊണ്ടുപോട്ടെ, ഇല്ലാത്തവരല്ലേ കൊണ്ടുപോയെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ആശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഈ കൃതികൾ എന്ന് പറയുന്നത് ഒരുപാടൊന്നും എനിക്കില്ല. എനിക്കെല്ലാം കൂടി ഒരു 300 താഴെ കൃതികളെ എനിക്കുള്ളൂ. അത് എനിക്കതിനകത്തൊരു ഞാൻ പറയും, നമ്മളിതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശമുണ്ട് ഇതിനകത്ത്. തെങ്ങ് കയറ്റക്കാരന് ഒരു ശാസ്ത്രമുണ്ട്, ഡ്രൈവിങ് ചെയ്യുന്നവന് ഒരു ശാസ്ത്രമുണ്ട്, കവിത എഴുതുന്നവനും അതിൻ്റെ ശാസ്ത്രമുണ്ട്. അതിനകത്ത് ചേരേണ്ട ചേരുവകളെ ചേർക്കണം, അല്ലാതെ അവിടെ നിന്ന് ഇവിടുത്തെ വാരി വലിച്ചിട്ട് അതൊന്നും ചെയ്യാതെ. അപ്പോൾ ഈ ശാസ്ത്രീയത എന്ന് പറയുന്നത് കാവ്യാത്മകത എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിനോട് ചേർന്ന് സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് നോളജ് എന്ന് പറയുന്ന സയൻസ്, അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ്, അറിവ് ചേർന്ന് അത് നമുക്ക് പറയാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെഴുതുമ്പോൾ ഒരു 4 കിലോ വരെ എഴുതുമ്പോൾ 1 കിലോ വരെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നില്ല. അതിനൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രമൊക്കെ വെച്ച് വരുമ്പോൾ ആ പാട്ടിന് അതിൻ്റെതായ ഗുണമേന്മയുണ്ടാകും. ഗുണമേന്മയില്ലാത്ത എത്രയോ പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുകൊണ്ടായിരിക്കും ഗുണമേന്മയില്ലെന്ന്, വേറെ ആൾക്കാർ ഗുണമേന്മ ഉള്ളതായിരിക്കും. അതെ, അത് നമ്മൾ തർക്ക വിഷയമൊന്നും അല്ലെങ്കിലും നമുക്ക് ഈ ക്രിസ്തീയ ഗാന മേഖലയിൽ വരുന്ന പാടെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്നത് ഇത് എഴുതി കണ്ടതെല്ലാം എഴുതിയിടാതെ ഇതൊരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ജെറി അമൽദേവ് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രതിഭകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലായില്ല. അതെനിക്കൊരു സങ്കടമായി ഇപ്പോഴും. ഞാൻ പറയുന്നത് നല്ല ഒന്നാന്തരം കവിതകളൊക്കെ നമുക്ക് ഈ കവിത എഴുതുന്നതിനൊരു സെൻട്രൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കവിത നോക്കാം. ഇപ്പോൾ അതിന് പറ്റിയ ആളുകൾ നമുക്ക് ഇഷ്ടം പറയുന്നുണ്ട്. കവിതയുടെ ആ നന്മ നോക്കാൻ, കാവ്യം, അങ്ങനെയൊക്കെയുള്ള പിന്നെ സംഗീതം എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഈടുറ്റ സംഗീതം ഇവിടെ ഉണ്ടാകും എന്നാണ് എൻ്റെ ബോധ്യം. അതിന് നമ്മൾ പറയാവുന്നതുള്ളൂ, പിന്നെ ആശയങ്ങൾ കൊടുക്കാം. പക്ഷേ ഹൂ വിൽ ബെൽ ദി ക്യാറ്റ്, പൂച്ചയ്ക്കാരാണ് മണി കെട്ടുന്നത്, അതാണ്. കാരണം ഈ കവികളും കലാകാരന്മാരെ എല്ലാം ഭയങ്കരമായ ഈഗോ ഉള്ളവരാണ്. അവനൊരു കാര്യം എഴുതിക്കൊണ്ട് വന്നിട്ട് അയ്യോ അതിനകത്തൊരു തെറ്റുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹിക്കും, കലഹമാവില്ല. അങ്ങനത്തെ പറയാൻ പറ്റില്ല. അതെൻ്റെ വ്യക്തിപ്രാഭവമാണ് ഞാൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. എന്നാലും നന്നായിരിക്കണം എന്ന്, അതിനകത്ത് കാവ്യാത്മകത വേണം, അതിന് ആശയതലത്തിലുള്ള ആഴങ്ങൾ വേണം, അതിനകത്ത് ആത്മീയതയുടെ സ്പർശനം വേണം. ഇതൊക്കെ നമ്മൾക്ക് പറയുമ്പോൾ എഴുതുന്ന കുറേ പേരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അതായത് ഞാനൊരു കാര്യം ചെയ്യുന്നതാണ്, പലരും ഇങ്ങനെ ഈ കവിതകളൊക്കെ സംഗീതക്കാരോ വഴിയോ ഒക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനതിൻ്റെ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം നോക്കിയിട്ട് ചെറിയ കറക്ഷൻസൊക്കെ ഈ പേജിൻ്റെ ഇങ്ങനെ പേജിൽ എഴുതി അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കാരണം അത് വെട്ടിത്തിരുത്താൻ എനിക്ക് അവകാശമില്ല. ഓരോരുത്തരും എഴുതിയ ഒരു വരിയും ഞാൻ വെട്ടാറില്ല. ഇതേ സമയം വിദ്യാഭ്യാസത്ത് ഇങ്ങനെയൊക്കെ ചിലപ്പം അയാൾ എഴുതിയ ആ പദങ്ങൾ ഇവിടെ ചെയ്യുന്നില്ലായിരിക്കും, സ്റ്റാൻസിയിൽ ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ആധികാരികമായ ഒപ്പമൊന്നും അതിനകത്തില്ല, മറിച്ചൊരു നല്ല പ്രോഡക്റ്റ് പുറത്ത് വരുന്നതിലൂടെ സന്തോഷം പറയും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗാനമേഖല ഒരു ദൈവസ്തുതിയുടെ മേഖലയാണെന്നും അതിന് ക്വാളിറ്റി വേണമെന്നും ഇത് ഒരാളുടെ പ്രസ്റ്റീജിന് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ അല്ല നിലകൊള്ളേണ്ടതെന്നും ഒക്കെയുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെയുള്ള അവസരത്തിലൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണം ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇത് ഒരു വ്യക്തിപരമായ ഒരു ഇതായതുകൊണ്ട് അത് അങ്ങനെ കിടക്കും. വേറെ വലിയ അപകടം ഞാൻ കണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഒരു 5 ആളുകളെ സംഗീതത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ബാക്കി 5 4 പേര് 10 അങ്ങനെ കണക്ക് കൂടി, എൻ്റെ കണക്ക് പറയുന്നത് തെറ്റാണ്. അപ്പോൾ എല്ലാവരും സംഗീതജ്ഞരല്ല. ചിലക്ക് ഈ വായത്താരിൽ നിർത്താമെന്ന് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടാത്തവരുണ്ട്, ശല്യമായിട്ട് കാണുന്നവരാണ്. അതേസമയം സംഗീതം ഇഷ്ടപ്പെടുന്ന 100 പേരുണ്ടെങ്കിൽ 5 പേരായിരിക്കും, അല്ലെങ്കിൽ
ഏതെങ്കിലും ആവട്ടെ ഒരു ശതമാനം നമ്മൾ കണക്കാക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് വേറെ ഒന്നുകൂടല്ല. ഇപ്പോൾ ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ ചെറിയ ശതമാനമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ ഉള്ളിൽ സംഗീതമുള്ളവർ മാത്രമേ ഈ സംഗീതം ആസ്വദിക്കാൻ പറ്റൂ. അങ്ങനെ ചില അപകടങ്ങളൊക്കെ ഈ സംഗീതത്തിന് പേരിലാണ്. പിന്നെ നമ്മുടെ ദേവാലയ ഗീതങ്ങളിലെ സംഗീതത്തെക്കുറിച്ചൊക്കെ ഇനി അധികാരികൾ, ഞാൻ ഇന്ന് ഓർക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള അധികാരികൾ ഒരു സംഗീത കമ്മീഷൻ വെച്ചുകൂടെ? തീർച്ചയായിട്ടും അത് നല്ല കാഴ്ചപ്പാടാണ്. ഞാൻ പറയും പലതരം കമ്മീഷനുണ്ട്. സംഗീത കമ്മീഷൻ വെക്കുക. എന്നിട്ട് നമ്മുടെ ദേവാലയ ഗീതങ്ങൾ, പള്ളിപ്പാട്ടുകൾ എങ്ങനെയൊക്കെ ആകണം, അതിനെന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് പാട്ടില്ലാത്തവരായിരിക്കും മുകളിൽ ഈ കമ്മീഷൻ്റെ മുകളിലിരിക്കുന്നത്. അവിടെയൊക്കെയാണ് എൻ്റെ പ്രശ്നം. അങ്ങനെയൊക്കെ സംഗീത കമ്മീഷനൊക്കെ ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ ഇത്രയും നാളെ നടന്ന ഒരു സംഗീതത്തെ വിലയിരുത്താനെങ്കിലുമുള്ള ഒരു ശ്രമം നടക്കട്ടെ. അപ്പം നമ്മുടെ ദേവാലയ സംഗീതം തന്നെയാണെങ്കിലും യൂണിഫോമിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ നിർബന്ധം കൊണ്ട് പറയും, അല്ലെങ്കിൽ നിർബന്ധിച്ച് പറയും വേറെ പാട്ടുകളൊന്നും പാടരുത് എന്ന് പറയും. പക്ഷേ വേറെ പാട്ടുകളൊന്നും പാടരുത് എന്ന് പറയുമ്പോഴും ഈ അച്ചടിച്ച പാട്ടുകളുടെ ഗുണനിലവാരം പരിശോധിക്കും. വെറും ട്രാൻസ്ലേഷൻ ചിലത് അത് നിങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തർക്ക വിഷയങ്ങൾ ഇതിനകത്ത് ഒരുപാട്. അതിനോട് തർക്കിക്കാനോ കളിക്കാനോ ഞാൻ മുതിരുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം ഏർപ്പെടുകയുള്ളൂ. ഇത്രയും നാളും ചെയ്തു വെച്ചതൊക്കെ ഞാനൊക്കെ ഒരു 1-2 നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു 3-ാം നിരയിലുള്ള എഴുത്തുകാരായിട്ട് എന്നെ കൂട്ടിയാൽ മതി. പക്ഷേ എഴുതി വെച്ചത് തമ്പുരാൻ ഇതുകൊണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ. അച്ഛൻ്റെ പാട്ടുകൾ ഒരു ദേവാലയ വിശുദ്ധ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ സൃഷ്ടിക്കുന്നതിലാണ് അച്ഛൻ ഏറ്റവും സന്തോഷം. അതിൻ്റെ അർത്ഥം നോക്കണം. ഏത് രീതിയിലാണ് ഇത് ആലപിക്കപ്പെടുന്നത്, ആ സന്ദർഭത്തിന്, ഈ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ സന്ദർഭത്തിന് ദേവാലയമണി മുഴങ്ങി ഇല്ലേ, അല്ലെങ്കിൽ ബലി തുടങ്ങാൻ സമയമായി, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഇൻട്രൊഡക്ഷൻ പാട്ടുകൾ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായി അല്ലാതെ ഒരു കല്യാണത്തിൻ്റെ അവസാനം വധുവരന്മാരെ നിങ്ങൾക്ക് ആശംസകൾ. അത് വളരെ മനോഹര പാട്ടെന്നെല്ലാവരും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിന് മുഴുവൻ മിഴിവും ഈ ഉപയോഗിക്കുന്ന പദങ്ങളിലുണ്ടാവണം. അല്ല വേറെ പാട്ടുകളായിട്ട് ചെയ്യാറ്. അതാണ് സാന്ദർഭികം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ശിക്ഷണം. അത് ഞാൻ അവിടെ പോയി ഏത് സാധനം എഴുതി പബ്ലിഷ് ചെയ്യാനുണ്ടെങ്കിൽ ആബേലസിനടുത്ത് എന്നിട്ട് പറയാച്ചാൽ ഇതാണ് എനിക്ക് ഇച്ചിരിച്ചേക്ക് ഈ സംഗീതത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. താളം വെച്ചാൽ ഇന്ന രഥത്തിലായിരിക്കും അച്ഛൻ ഒരു കൊട്ടൊക്കെ കൂട്ടിയിട്ട് ഇത് ആ വാക്കൊരു അൺമ്യൂസിക്കലാണ് എന്നാണ് പറയുന്നത്. അച്ഛൻ ആ വാക്കെടുത്ത് ഇങ്ങോട്ടിട്ടാറുണ്ടല്ലോ ഇവിടെ ഒരു ഫ്ലോ കിട്ടും, ഒരു ഒഴുക്ക്. അല്ലെങ്കിൽ ആ താഴെ കിടക്കുന്ന സ്റ്റാൻസ ഇങ്ങോട്ട് മാറ്റിയിടാമെങ്കിൽ ആശയങ്ങൾക്ക് കുറച്ചുകൂടി ബലം കിട്ടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ പുറകം കൊള്ളുകയില്ല. നോക്കണം, നമ്മുടെ ഒരു സാധനത്തെ അദ്ദേഹം പറഞ്ഞ് മനോഹരമാക്കും. ആരെങ്കിലും എൻ്റെ ഒരു പാട്ടിൻ്റെ പുറകെ ആവേശത്തിൻ്റെ പേര് എഴുതിയിട്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നല്ല കൃതികളുണ്ടാകാൻ അദ്ദേഹം എന്നെ സഹായിച്ചു. എൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ അച്ഛൻ മരിക്കുന്നതോടെ കാലം വരെ ഞാൻ ഏതെങ്കിലും വർക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കൊണ്ടേ ആവേശത്തിന് മുമ്പിൽ എത്തി. കുറച്ചാളെ കഴിയുമ്പോൾ പറഞ്ഞു അച്ഛൻ എനിക്ക് കൊണ്ടുവരണം, അച്ഛൻ അറിയാം അത് ചെയ്യാം. എന്നാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജൂനിയർ അച്ഛന്മാരുണ്ട്, നമ്മുടെ MCBs ഉണ്ട്, അച്ഛന്മാർക്കൊക്കെ ഞാൻ വായിച്ചു വയ്ക്കുന്നത് ഇതിനകത്തുണ്ട്. ഇവിടെ ഞാനൊരു വേറൊരു ഉത്ഥാനത്തിൻ്റെ വഴി എന്ന് പറഞ്ഞ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഞങ്ങളുടെ സഭയിലെ പ്രതിഭയായ ചെഞ്ചേരിയത്തിൻ്റെ അടുത്ത് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയി അങ്ങോട്ട്. അവിടെ ചെന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് ഓരോ വരിയും ഞങ്ങൾ വായിച്ച് അതിപ്പോൾ എന്താ കുഴപ്പം, അവസാനം സംഗതി വന്നാൽ വഴിയും അച്ഛൻ്റെ പേരിൽ എൻ്റെ പേരിൽ അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്ന് താഴെ നിൽക്കാമെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കാൻ ആളുകളുണ്ടാവും. ഞാൻ ഓടി നിന്നാലും വലിയ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇത് ഒരു ദൈവശുശ്രൂഷ പോലെ കാണുമ്പോൾ അത് എനിക്കത് വലിയ സന്തോഷദായകമാണ്. ഞാൻ മരിച്ചാൽ മരിക്കാത്ത ഒരുപാട് ഗാനങ്ങളുണ്ട്. അതുപോലെ മതി. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്.
മാർക്കോസ് പാടി ഉള്ളിയാനകിലച്ചൻ സംഗീതം നൽകിയ ഒരു പാട്ടാണ്. പിന്നെ ഈ സംസ്കാരത്തിൻ്റെ തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ യൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ യൂത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതിയിരിക്കേണ്ട കാര്യമാണ്. യൂത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ യൂത്ത് നാളെ സീഡറായിട്ട് അന്ന് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടാക്കി. ഇപ്പോൾ ലജ്ജാവലി എന്ന് പറഞ്ഞ പണ്ട് സിനിമയിലാണ്, ഏതാണ്ട് സിനിമ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും ഒന്ന് ലജ്ജാവലി വന്നപ്പോൾ എല്ലാവരും അത് പറഞ്ഞു. രണ്ടാഴ്ച നിന്നു ആ സാധനം. നമുക്ക് ശാശ്വതമായ ചില മൂല്യങ്ങളൊക്കെ അതിൽ ഉറപ്പിച്ച് തന്നാൽ അത് ശാശ്വതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഗാനമല്ല നമ്മളുണ്ടാക്കുക, അല്ലെങ്കിൽ ട്യൂണല്ല, സംഗീതമല്ല ഉണ്ടാക്കുക. നമ്മൾ ആ പാട്ടിൻ്റെ അന്തസത്ത പുറത്ത് വരുന്ന സംഗീതത്തെ കണ്ടെത്തുക. വരികൾക്കിടയിൽ സംഗീതം കിടക്കണം, അത് കണ്ടെത്തിയാൽ പോരെ. അതൊന്നും കണ്ടെത്താതെ പോകുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകും. സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പ്രേക്ഷകർ ഇത് കാണുന്നവരൊക്കെ സംഗീത അഭ്യസനം നടത്തിയവരല്ല അല്ല, എന്നാലും അവർക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. അവരുടെ ഉള്ളിൽ സംഗീതം കിടപ്പുണ്ട്. നമ്മൾ അവിടെയാണ് പോയി തൊടുന്നത്. അച്ഛൻ ചെയ്ത ഗാനങ്ങളിൽ, അച്ഛൻ ചെയ്ത പാട്ടുകളിൽ അച്ഛൻ ഏറ്റവും ഹൃദയത്തിൽ എപ്പോഴും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയാൻ വിഷമം. കാരണം 10 മക്കളുണ്ടെങ്കിൽ ഏത് മകനാണ് ഏറ്റവും നല്ലത് ചോദിക്കുന്നത് എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ആ പാട്ടിൻ്റെ കണ്ടന്റിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഭജൻസ് അതിനകത്ത് കണ്ടന്റ് ഒന്നും വരില്ല, സിംഗിങ്ങിലാണ് ഭജനിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ആദ്യകാലത്ത് ഞാൻ എഴുതിയ ഒന്നാണ് ഹൃദയം ദൈവത്തിനാലയം, ഉന്നതൻ വാഴും പുണ്യഹൃദയം, സ്നേഹസ്വരൂപത്തിൽ പാവന സ്നേഹ സാമ്രാജ്യ ഹൃദയം. അത് അപ്പോൾ അങ്ങനെയുള്ള ചില കൂടുതൽ ആഴമുള്ള അർത്ഥങ്ങളൊക്കെയുള്ള ചില ഗാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അതേസമയം കുറേ ദിവികാരുണ്യഗീതങ്ങളെല്ലാം ആശയ തലത്തിലൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് കിടക്കുന്നത്. ആരാധനാഗീതികളൊക്കെ പലപ്പോഴും ആശയതലത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മെച്ചമാണ്, ഇത് മോശമാണ്. പിന്നെ നല്ല സംഗീത സംവിധായകരിലൂടെ വരുന്ന ഗാനങ്ങൾക്ക് വ്യത്യാസം വരാം, അത്രയേ ഉള്ളൂ. എനിക്കതിനകത്തൊരു വെറുതെയൊന്നുമില്ല. ഞാൻ അത് പാട്ടുകളെല്ലാം സാധിച്ച് ഇടയ്ക്കൊക്കെ കേൾക്കും. എൻ്റെ പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സുഖം. നമ്മുടെ ഉള്ളിലുള്ള ഒരു ലോകത്തെ നമ്മൾ അവതരിപ്പിച്ച് വെച്ചതാണ് ഈ ഗാനത്തിലൂടെ. അത് വീണ്ടും ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ സ്വാർത്ഥത നിങ്ങൾ വേണേൽ പറയും, പക്ഷേ എൻ്റെ സ്വാർത്ഥതയല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാനവിടെ എൻ്റെ പാട്ടുകൾ ഇന്ന് രാവിലെ 4:30 എഴുന്നേൽക്കും, നെഞ്ചെ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കേൾക്കുന്നത് എൻ്റെ പാട്ടാണ്. നമുക്കതേസമയം വിശ്വത്തിന് അസ്തിത്വമേകിയ ശില്പി, മണ്ണിൽ ചമച്ച ഒരു സൃഷ്ടി, മർത്യൻ മഹേശൻ്റെ ആകാരഭംഗി ഉള്ളിലൊതുക്കിയ സൃഷ്ടി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സാധാരണ ജനത്തെ അത്രയും പിടികിട്ടിയില്ല. എന്താ ഉദ്ദേശം? മനുഷ്യദൈവ സൃഷ്ടി, മനുഷ്യ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാനുള്ള ഒരു സംഗീത അല്ലെങ്കിൽ സാഹിത്യ വഴി മാത്രമേ അതിനകത്തുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ അതാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ആത്മീയ ഉണർവേകാൻ പര്യാപ്തമായ രീതിയിൽ മനോഹര ഗാനങ്ങൾ രചിച്ച് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ച ഇടയാളച്ചൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.